ഹലോ ഫ്രണ്ട്സ്, ലെമൺ ആൻഡ് സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാല് പിഴിഞ്ഞ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ചോറിൻ്റെയും കപ്പയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാളയും 3 പച്ചമുളകും കുറച്ച് വേപ്പിലയും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒരല്പം കുറച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഈ ഒരു നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കണം. തീ വളരെ ലോ ഫ്ലെയിമിലാക്കി ഇടണം ഈ സമയത്ത്. ഇപ്പോൾ നന്നായി ചൂടായി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ച 3 കഷ്ണം കുടപ്പുളി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ മസാലയിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കണം. നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർക്കുന്നതിന് മുമ്പ് തന്നെ പാകത്തിനുള്ള ഉപ്പ് കറിക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് 2ാം പാൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിളച്ചു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കിലോ മീനാണ് ഇപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ ഇതുപോലെ ഒന്ന് കുറുകി വരണം. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ വളരെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് ഒരു തവി കൊണ്ട് പതുക്കെ അടി ചേർന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും തന്നെ തിളയ്ക്കാൻ പാടില്ല. നിർത്താതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാല് പിരിയാൻ സാധ്യതയുണ്ട്. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 4 കുഞ്ഞുള്ളിയും 2 ഉണക്കമുളകും കുറച്ച് വേപ്പിലയും കൂടി വറുത്ത് ചേർക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.